മൂന്നാമത്തെ ദിവസത്തെ ഞങ്ങൾ ഒരു പ്ലാനും ഇല്ലാതെ എങ്ങോട്ട് പോകണമെന്ന് അറിയാതെ തെണ്ടിത്തിരിഞ്ഞ ഡൽഹി തന്നെ ഞങ്ങള്. ഡൽഹി ഇപ്പൊ ഫുള്ള് ബ്ലോക്ക് ചെയ്തേക്കോ. എന്തായാലും ഇവിടുന്ന് വെക്കേറ്റ് ചെയ്യും. അപ്പൊ ഇത്രയും പെട്ടികളൊക്കെ എടുത്തോണ്ട് ഊബർ വിളിച്ചിട്ടുണ്ട്. അതിന്റെ അകത്തേക്ക് നേരെ എയർപോർട്ടിലേക്ക് പോകാനെന്ന് വിചാരിച്ചു. ഭയങ്കര റേറ്റ് ആണ് ഫ്ലൈറ്റിന് ശ്രീനഗറിലേക്ക്. അപ്പം എന്ത് ചെയ്യണം ഞങ്ങളിങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുക. ഓടോതെ മനുഷ്യന് വിഷമമായിട്ട് വയ്യ. നമുക്ക് ബാഡ് കിട്ടിയെങ്കിൽ നമ്മൾ വൈബായിട്ട് പോകും അല്ലേ? അതാണ് ഞങ്ങളെ തോപ്പിക്കാൻ പറ്റില്ല. ഇപ്പൊ നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് അല്ലെങ്കിൽ ഞങ്ങൾ വേറെ സ്ഥലത്തേക്ക് പോകും അല്ലേ? ഞങ്ങളുടെ നാട്ടിലേക്ക് തിരിച്ചു ഇതാണ് ഇപ്പൊ ഞങ്ങളുടെ കറണ്ട് സിറ്റുവേഷൻ. മൂഞ്ചി തെറ്റി പിടിച്ചിരിക്കുകയാണ്. കണ്ട ഇത്രയും പെട്ടികളും ഞങ്ങളും എങ്ങോട്ട് പോകണമെന്ന് അറിയാതെ ഞങ്ങൾ പല വഴിക്ക് ശ്രമിക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു വഴി റെഡിയാവും. ഇത് കൊള്ളാലോ. ഇതിന് ഫുൾ മാച്ചാണല്ലോ. റെഡ് ഷൂ എടുത്തോ കാണിക്കുന്നത് മതി. ചേട്ടനവിടെ ജീവിച്ച് കാണിക്കാൻ. യെസ്, 15 മിനിറ്റുള്ളിൽ നമ്മുടെ ഊബർ വരും. എന്താണ് ഗൈസ്, ഞങ്ങളിപ്പോൾ ഇവിടുന്ന് ടാക്സി എടുത്ത് ഹോട്ടലിലേക്ക് പോട്ടെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് എന്താ ചെയ്യേണ്ടത് ഇതുവരെ പ്ലാനിങ് ഒന്നും ആയില്ല. ഞങ്ങൾ ബസ് ബുക്ക് ചെയ്തിട്ടുണ്ട് മണാലിക്ക്. പക്ഷേ അത് എത്രത്തോളം കിട്ടുമെന്ന് ഒരു കൺഫേം ആണോന്നും അറിയില്ല. കിട്ടും അതെ, പോവാൻ പറ്റുമെന്ന്. മറ്റേ ഡൽഹിയിലെ പ്രശ്നം കാരണം ആകെ ഞങ്ങൾ പെട്ടിരിക്കുകയാണ്. എന്ത് ചെയ്യും നമ്മൾ? എന്ത് ചെയ്യും നമ്മൾ? ഗൈസ്, ഇപ്പം ഇതാണ് ഞങ്ങളുടെ അവസ്ഥ. പെട്ടിയും പ്രമാണമൊക്കെ എടുത്ത് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. ഇന്ന് റെസ്റ്റോറൻറ്റുകാർ ഞങ്ങൾ കയറ്റുമെന്ന് മാത്രം അറിഞ്ഞാൽ മതി. ഇവിടെ ഇന്നലെ ഫുഡ് കഴിക്കുന്ന സ്ഥലത്ത് തന്നെയാണ് പോകുന്നത്. അവിടെ നല്ല ഫുഡായിരുന്നു. അപ്പോൾ കുറച്ച് നേരം ഈ ബാഗൊക്കെ ഇവിടെ വെച്ചിട്ട് പിന്നെ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ബസ് വരുമ്പോഴത്തേനും ടൈം ആവുമല്ലോ. നമ്മൾ ബസ് ബുക്ക് ചെയ്തല്ലോ പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞങ്ങളിതിവിടെ വെച്ചിട്ട് പോവാണ്. അവർ വെക്കാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ. ഞങ്ങൾ മാർക്കറ്റിൽ പോയിട്ട് വരുന്നവരെ ബാഗെല്ലാം ഈ റെസ്റ്റോറൻറ്റിൽ വെക്കാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പം നല്ല ചേട്ടന്മാർ അതുകൊണ്ട് ഇവിടെ വെച്ചോളാൻ പറഞ്ഞിട്ടുണ്ട്. സേഫാന്ന് വിശ്വസിക്കുന്നു. ഗൈസ്, ഞങ്ങളുടെ അവസ്ഥ നോക്കി. ഞങ്ങൾ ഇന്റർനാഷണൽ ട്രിപ്പ് ഇറങ്ങിയതാണ്. ഇതുണ്ടോ ഓട്ടോ ഫുള്ള് സ്വന്തം സാധനങ്ങൾ കയറ്റിയപ്പോ ഒരാൾക്ക് ഞങ്ങൾ വണ്ടിയിലിരുന്നാ പോകുന്നത്. ഓട്ടോയ്ക്ക് 2 ഓട്ടോ വിളിച്ചാ പോകുന്നത്. ഊബർ ഒന്നും എടുക്കുന്നില്ല, എല്ലാം ക്യാൻസൽ ചെയ്ത് പോവാ. ഇപ്പൊ നമുക്ക് ബസ് കയറാനുള്ള സ്ഥലത്തേക്ക് ഇപ്പൊ പോകുന്നത്. അവിടെ 6 മണിക്കല്ലേ ബസ്? 6 മണിക്ക് ബസ്. ഇപ്പൊ സമയം എന്തായി? 5:30. എത്തിയാൽ മതിയായിരുന്നു. ഇതെങ്കിലും കിട്ടി. ഞങ്ങൾ പോയില്ലെങ്കിൽ കഴിഞ്ഞ്. ഞങ്ങൾക്ക് ആദ്യമുള്ള ഈ ചിലപ്പോൾ അല്ലേ ആദ്യത്തെ ബുദ്ധിമുട്ടുകളൊക്കെ ചിലപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഞങ്ങൾക്ക് നല്ല അടിപൊളി എക്സ്പീരിയൻസ് തരാൻ വേണ്ടിയിട്ടായിരിക്കും ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഈ ഓട്ടോയിലുണ്ട് കേട്ടോ. ഈ 2 ഓട്ടോക്കാരും ചേട്ടന്മാരും കൊണ്ട് ഒരുമിച്ച് പറഞ്ഞ് ഞങ്ങൾ മാക്സിമം ഒരുമിച്ചാണ് പോകുന്നത്. കാരണം ഒരാൾ വഴി തെറ്റിക്കഴിഞ്ഞാൽ കഴിഞ്ഞു ഇന്നത്തെ പരിപാടി. ഇവിടെ നിറച്ചും പൂക്കളാട്ടോ. എന്ത് രസമാണ് അറേഞ്ച് ചെയ്തേക്കുന്നത്. ഭയങ്കര ഭംഗി. നല്ല രസമുണ്ടല്ലേ? റോസ് അല്ലാണ്ട് വേറൊരു ടൈപ്പ് ഓഫ് ഫ്ലവർ. അതിന്റെ പേരെനിക്കറിയില്ല. ഭയങ്കര ഭംഗി കാണാൻ. ഇവിടെ എന്തോ ഗാർഡൻ. അത് നോക്കിയോ ഞാൻ. എന്ത് രസമാ. അറിഞ്ഞില്ല ഇങ്ങനൊരു സംഭവം ഉണ്ടെന്നല്ലേ. നോക്കി അടിപൊളി പിക്ക്. ഇതായിട്ട് നമ്മൾ പോകാനുള്ള ബസ് വന്നിട്ടുണ്ട്. ഇനി ഇത്രയും ലഗേജുകൾ അതിൻ്റെ ഉള്ളിൽ കയറ്റണം. ഗൈസ്, ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. റൊട്ടിയും പനീറും ചേട്ടായി വെജ് ഫ്രൈഡ് റൈസ്.
എല്ലാവരും നല്ല തണുത്ത് മരിച്ചിരിക്കും കേട്ടോ, നല്ല തണുപ്പുണ്ട്. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചാണ്, ജാക്കറ്റൊക്കെ എടുത്തിട്ട് കേട്ടോ, നല്ല തണുപ്പാണ്, നല്ല തണുപ്പ്. പുറത്തിറങ്ങുമ്പോൾ ഇത്ര തണുപ്പുണ്ടോ വിചാരിച്ചില്ല. ബസ്സിനകത്ത് തണുപ്പില്ല കേട്ടോ, അറിയില്ല. പക്ഷെ ഇടയ്ക്ക് ബസ്സിൽ തണുപ്പ് കയറുന്നുണ്ട്, ഇടയ്ക്കില്ല. അങ്ങനെയൊക്കെയാണ്. ഇതാണ് നമ്മുടെ ബസ്, യോലോ ബസ്. ചേട്ടായി എങ്ങനെയുണ്ട്? നല്ല തണുപ്പുണ്ട്, നല്ല തണുപ്പ് തോന്നിക്കുന്നുണ്ട്. ചേട്ടാ തണുത്ത വെള്ളത്തിൽ മോഹം കഴിക്കും. ഗൈസ്, അപ്പോൾ ഞങ്ങൾ മണാലിൻ്റെ എവിടെയോ എത്തി. അയ്യോ തണുത്തിട്ട് വയ്യ. ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തിയേക്കും കേട്ടോ. അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് മണാലിയിൽ എത്തിയിട്ടില്ല, മണാലിയിൽ എത്തുന്നതേ ഉള്ളൂ. ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തിയേക്കുക. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് അറിയില്ല, എനിക്കൊന്ന് 2 മണിക്കൂറും കൂടെ ഓട്ടം ഉണ്ടാവും തോന്നുന്നു, അറിയില്ല കറക്റ്റായിട്ട്. ഇവിടെ പ്രത്യേകിച്ചൊന്നും കാണാനില്ല കേട്ടോ, ഫുള്ളിങ്ങനെ കല്ലും മണ്ണും, റോഡൊക്കെ ഫുൾ മോശമാണ്. തണുത്തിട്ടൊന്നും പറയാൻ പറ്റുന്നില്ല. ചേട്ടനൊക്കെ ഫുൾ സെറ്റപ്പില്. അയ്യോ എന്നൊക്കെ. അപ്പൊ മണാലി ഭയങ്കര സഞ്ച, അങ്ങോട്ട് പോകുമ്പോ എന്താ നമ്മള് ചായ കുടിക്കാൻ പോകുന്നില്ല, ബാക്ക് സൈഡാണ്. വെള്ളമൊന്നുമില്ല, വെള്ളമൊക്കെ വറ്റിപ്പോയി. എന്തൊരു തണുപ്പോ. പിന്നെ തണുപ്പ് തോന്നുന്ന പിന്നെ തണുപ്പ്. ടണല് ചിലപ്പോൾ ഇതും കൂടെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് എത്താനുള്ള മാർഗം ഉണ്ടാവും. നമ്മൾ ദൂരെ മഞ്ഞ് കണ്ടു തുടങ്ങി, അവിടെ ഫുള്ള് മഞ്ഞ. നമ്മൾ അങ്ങോട്ടാ പോകുന്നത്. ഇതാ മഞ്ഞ് കണ്ടു തുടങ്ങി, അതിന്റെ മേലൊക്കെ മഞ്ഞുണ്ട്. താഴെയൊക്കെ മഞ്ഞ കണ്ട് തുടങ്ങിയിട്ടോ. അങ്ങനെ ഞങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ പോവുകയാണ്. എത്തില്ലയോ എന്നൊന്നും ഉറപ്പില്ലായിരുന്നു ഈ ട്രിപ്പ്. അവസാനം ഞങ്ങൾ എത്തി. ഞങ്ങൾ അവസാനം മണാലിയിൽ ഇറങ്ങി. ഇനി റൂം തപ്പി ഇറങ്ങാൻ പോവുകയാണ്. അപ്പോൾ അവർ 2-3 റൂം കൊണ്ടേ കാണിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ റൂം നോക്കിയെടുക്കാമെന്ന് വിചാരിച്ചിട്ടാ. അല്ലെങ്കിൽ ഡൽഹിയിൽ പറ്റിയ പോലെ പറ്റരുതല്ലോ, റൂം നല്ലത് നോക്കിയെടുക്കണം, ഹീറ്റർ ഉള്ളത് നോക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. സ്റ്റേജൊക്കെ കയറ്റി മേളിൽ കയറ്റി. ഇത് പോവട്ടെ, വണ്ടി പോകുമ്പോൾ ഇത് താഴെ പോവോ? മഞ്ഞുമലകൾ. ഞാൻ നമ്മൾ മഞ്ഞുമല കണ്ടു ഗൈസ്. മഞ്ഞ് 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 മഞ്ഞ്
പിടിക്കാൻ തോന്നുന്നു പോയിട്ട്. നോക്കി ഉള്ളു മഞ്ഞ് വീണ് കിടക്കുന്നത്. നോക്കി ഹായ് ഉള്ളു മഞ്ഞ്. നല്ല വ്യൂ ഉണ്ടാവും ഇവിടെ. പൊളിച്ച് അങ്ങനെ ഞാൻ ആദ്യമായിട്ട് മഞ്ഞ് ചവിട്ടി. ഇതാണ് ഞങ്ങൾ സ്റ്റേ ചെയ്യാൻ പോകുന്ന സ്ഥലം എന്നറിയില്ല, നോക്കാൻ വന്നതാണ് റൂം നല്ലതാണോ എന്ന്. ഹായ് മഞ്ഞ് മഞ്ഞ്. ഹായ് തന്നല്ലേട്ടാ, നല്ല സുഖമായിരിക്കും തണുപ്പത്ത് വീണാല്. ഹായ് ചേട്ടായി നമ്മളങ്ങനെ 2-3 റൂമൊക്കെ നോക്കി, പക്ഷെ 1-2 കൂടെ നോക്കിയിട്ട് ഫിക്സ് ചെയ്യാന്ന് വിചാരിച്ചു. ഫുള്ള് മഞ്ഞാട്ടോ. അല്ല ഇത് മതി, ഇത് സെറ്റ്. ഇപ്പുറത്ത് തന്നെ റൂം തരുമെന്ന് ചോദിക്കേ. അങ്ങനെ ഞങ്ങൾ റൂമിൽ ചെക്ക് ഇൻ ചെയ്തു. ഫുഡ് കഴിച്ചോണ്ടിരിക്കുകയാണ്. നമ്മളത് ജീര റൈസ് അല്ല, ജീര റൈസും ഫ്രൈഡ് റൈസും പനീർ ബട്ടർ മസാല, ഇതാണ് നമ്മുടെ ഫുഡ്. നല്ല ക്വാണ്ടിറ്റി കേട്ടോ, എല്ലാവരും ഒരെണ്ണം പറഞ്ഞാൽ മതി വന്നാൽ. അതാണ് നമ്മുടെ റൂമിൽ നിന്നുള്ള വ്യൂ. ബാൽക്കണിയിൽ നിന്നുള്ള റൂം വ്യൂ കണ്ടോ. തണുപ്പിനെ പ്രതിരോധിക്കാൻ വേണ്ടി ഇവിടുത്തെ മെയിൻ സാധനം ഓൾഡ് മാൻ.